ബ്ലാക്ക് പാന്തർ, ക്രീഡ് എന്നീ ചിത്രങ്ങളുടെ ഡയറക്ടറായ റയാൻ കൂഗ്ലർ സംവിധാനം ചെയ്ത് ഈ വർഷം പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണ് സിനേഴ്സ്. മൈക്കിൾ ബി ജോർദാൻ ഇരട്ടവേഷത്തിലെത്തുന്ന ഈ ചിത്രം 1930കളുടെ പശ്ചാത്തലത്തിലുള്ള ഒരു വാമ്പയർ ത്രില്ലറാണ്. അപ്പോൾ നമുക്ക് നേരെ സിനിമയിലേക്ക് പോവാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു കഥ നമ്മളോട് പറയാണ്. അതായത് ചില ആളുകൾ ജനിക്കുന്നത് തന്നെ പ്രത്യേക കഴിവുകളോടുകൂടിയായിരിക്കും. അവരുടെ സംഗീതത്തിനൊരു മാസ്മരിക ശക്തി ഉണ്ടായിരിക്കും. അതായത് ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും അതിരുകൾ മറികടന്ന് ആത്മാക്കളെ വിളിച്ചു വരുത്താൻ പാകത്തിന്. ഇവർക്ക് പാസ്റ്റിൽ നിന്ന് മാത്രമല്ല ഫ്യൂച്ചറിൽ നിന്ന് പോലുമുള്ള ആത്മാക്കളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. ഇവരെ പല ദേശത്തും പല ആളുകൾ പല പേരുകൾ വിളിച്ചു. ഫില്ലി, ഫയർ കീപ്പേഴ്സ്. വെസ്റ്റ് ആഫ്രിക്കയിൽ ഇവരെ റീപ്സ് എന്നാണ് വിളിച്ചിരുന്നത്. ഇവർ തങ്ങളുടെ ഈ സവിശേഷമായ സിദ്ധി ഉപയോഗിച്ച് അവരുടെ ജനങ്ങളെ പല രീതിയിൽ സഹായിച്ചിരുന്നു. എന്നാൽ ഇതിനൊരു ഡാർക്ക് സൈഡ് കൂടിയുണ്ട്. അതായത് ഇവരുടെ ഈ സംഗീതത്തിന് ദുരാത്മാക്കളെയും ആകർഷിക്കാൻ സാധിക്കും. 1932 ഒക്ടോബർ 16 മിസിസിപ്പി. സാമി എന്ന് പറയുന്നൊരു പയ്യൻ കാർ ഓടിച്ചുകൊണ്ട് ഒരു പള്ളിയിലേക്ക് വരികയാണ്. അവൻ്റെ കയ്യിലൊരു പൊട്ടിയ ഗിറ്റാറും ഉണ്ട്. അപ്പോൾ ആ പള്ളിയിലെ പാസ്റ്ററാണ് സാമിയുടെ അച്ഛൻ. അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ മകൻ എന്തോ വലിയ സ്ട്രഗിൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം തൻ്റെ മകനോട് പറയാണ്, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇവിടെ വെച്ച് നീ ആ ഗിറ്റാർ ഉപേക്ഷിക്കണം, മ്യൂസിക് ഉപേക്ഷിക്കണം, ദൈവത്തിലേക്ക് തിരിയണം. അതായത് സംഗീതത്തിനെ ഒരു പാപമായിട്ടാണ് ഇദ്ദേഹം കണക്കാക്കുന്നത്. എന്നാൽ സാമിയെ സംബന്ധിച്ച് സംഗീതം എന്ന് പറയുന്നത് അവൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ അവിടുന്ന് സീൻ കട്ട് ചെയ്ത് നേരെ പോകുന്നത് ഒരു ദിവസം മുമ്പ് സംഭവിച്ച കാര്യങ്ങളിലേക്കാണ്. ഇവിടെ നമുക്ക് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള സ്മോക്കിനെയും സ്റ്റാക്കിനെയും കാണാം. അപ്പോൾ ഇവർ 1-ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ്. അതിനുശേഷം ചിക്കാഗോയിൽ പല ക്രിമിനൽ ആക്ടിവിറ്റീസിലൂടെയും ഒരുപാട് പണം ഇവർ സമ്പാദിച്ചിട്ടുണ്ട്. അവരിപ്പോൾ അവരുടെ സ്വന്തം നാടായ മിസിസിപ്പിയിലേക്ക് തിരികെ വന്നിരിക്കുന്നത് കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ജൂക്ക് ജോയിന്റ് തുടങ്ങാനായിട്ടാണ്. അതായത് മ്യൂസിക്കും ഡാൻസും അടങ്ങുന്ന ഒരു ബാർ സെറ്റപ്പിനെ ആഫ്രിക്കൻ അമേരിക്കൻസ് പറയുന്ന ഒരു പേരാണ് ജൂക്ക് ജോയിന്റ്. അപ്പോൾ ഹോഗ്വുഡ് എന്ന് പറയുന്ന വെളുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്നും അയാളുടെ ഒരു പഴയ ഗോഡൗൺ ആണ് ഇവർ ഈ ആവശ്യത്തിന് വേണ്ടി വാങ്ങിക്കാൻ പോകുന്നത്. ഹോഗ്വുഡ് ഒരു റേസിസ്റ്റ് ആണെന്നുള്ളത് പുള്ളിയുടെ പെരുമാറ്റത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ പുള്ളി ഒരു മര്യാദയില്ലാതെ പലതവണ നിലത്തേക്ക് തുപ്പുന്നുണ്ട്. മാത്രമല്ല ഇത്രയും പൈസ എങ്ങനെ ഇവരുടെ കയ്യിൽ വന്നു എന്നുള്ളൊരു അത്ഭുതവും ആശ്ചര്യമൊക്കെ പുള്ളിക്കുണ്ട്. ഇദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾക്കിത് അധികകാലം തുടർന്നു കൊണ്ട് പോകാൻ പറ്റില്ലെന്നൊക്കെ. പക്ഷെ അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല. ഇവർ പറയുന്ന പണം കൊടുത്ത് ആ സ്ഥലം വാങ്ങിക്കും. അപ്പോൾ ഈ ജൂക്ക് ജോയിനിലേക്ക് വേണ്ട ടാലൻസിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത പണി. അതായത് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ വേണമല്ലോ. അങ്ങനെ ഇവർ ഇതിനു വേണ്ടി സാമീനെ റിക്രൂട്ട് ചെയ്യും. കാരണം സ്മോക്കിൻ്റെയും സ്റ്റാക്കിൻ്റെയും കസിനാണ് സാമി. അതിനുശേഷം നമ്മൾ കാണുന്നത് സാമി അവൻ്റെ അച്ഛനെ കാണാനായിട്ട് ആ പള്ളിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ സാമിയുടെ അച്ഛനാണെങ്കിൽ ഒരു പരാതിയുണ്ട്. അവൻ കുറച്ച് നാളായിട്ട് ദൈവകാര്യങ്ങളൊന്നും അവനൊരു ശ്രദ്ധയില്ല. അവൻ മുഴുവൻ സമയവും മ്യൂസിക്കിന് പിന്നാലെയാണ്. അപ്പോൾ അവൻ ആ പള്ളിയിലേക്ക് വന്നിരിക്കുന്നത് തന്നെ വൈകിട്ടത്തെ പരിപാടിക്ക് വേണ്ടി ഗിറ്റാർ എടുത്ത് കൊണ്ടുപോകാനായിട്ടാണ്. അപ്പോൾ ആ സമയത്ത് അവൻ്റെ അച്ഛൻ അവനൊരു വാണിംഗ് കൊടുക്കും. അതായത് നീ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡെവിളിനൊപ്പമാണ്. ഒരു ദിവസം അത് നിനക്കൊപ്പം നിന്റെ വീട്ടിലേക്ക് വരും. പക്ഷേ അവൻ അതൊന്നും കാര്യമാക്കാതെ അവരോടൊപ്പം പോകും. അങ്ങനെ ഹോഗ്വുഡ് വരാൻ ലേറ്റ് ആയതുകൊണ്ട് അവരുടെ പരിപാടി മൊത്തം പാളും. അന്ന് വൈകിട്ട് തന്നെ ജൂക്ക് ജോയിന്റ് തുടങ്ങാനായിട്ടാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിലൊരു മാറ്റവും വരാതിരിക്കാൻ ഇവർ രണ്ടുപേരും രണ്ട് വഴിക്കായി പിരിയും. അപ്പോൾ സ്മോക്ക് അവിടെയുള്ള മെയിൻ മാർക്കറ്റിലേക്ക് പോകും. അപ്പോൾ അവിടെ ബോ ഗ്രേസ് എന്ന് പറയുന്ന ചൈനീസ് കപ്പിൾ നടത്തുന്ന ഒരു ഷോപ്പുണ്ട്. അവൻ അവിടെ പോയി വൈകിട്ടത്തേക്ക് വേണ്ട സാധനങ്ങളുമായിട്ട് എത്താൻ അവരെ പറഞ്ഞേൽപ്പിക്കും. ഈ സമയം സ്റ്റാക്കും സാമിയും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ കയ്യിലിരിക്കുന്ന ഗിറ്റാർ അവന് കൊടുത്തതും ഇവർ തന്നെയാണ്. അപ്പോൾ നീ ഇത് നന്നായി വായിക്കുന്നുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവനോടത് പ്ലേ ചെയ്യാനായിട്ട് സ്റ്റാക്ക് ആവശ്യപ്പെടും. അപ്പോൾ ബ്ലൂസ് മ്യൂസിക് എന്ന് പറയുന്ന ആ ഒരു ജോണറിൻ്റെ ഉത്ഭവം 19-ാം നൂറ്റാണ്ടിൽ ആഫ്രിക്കൻ അമേരിക്കൻ കമ്മ്യൂണിറ്റീസിൽ നിന്നാണ്. അപ്പോൾ ഈ ജോണറിൽ ഗിറ്റാറിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെ അവനത് പ്ലേ ചെയ്യുന്ന സമയത്ത് സ്റ്റാക്ക് വളരെയധികം ഇംപ്രസ്ഡ് ആവും. അപ്പോൾ അങ്ങനെ ഇവർ പോകുന്നത് ഡെൽറ്റ സ്ലിം എന്ന് പറയുന്ന ഒരാളെ കാണാനാണ്. പുള്ളിയാണെങ്കിൽ മൗത്ത് ഓർഗനും പിയാനോയും ഒക്കെ വളരെ നന്നായി വായിക്കാൻ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ട് വൈകിട്ടത്തെ പരിപാടിക്ക് വിളിക്കാനായിട്ടാണ് ഇവരങ്ങോട്ട് പോകുന്നത്. പുള്ളിക്കാരൻ ആദ്യം സമ്മതിക്കില്ലെങ്കിലും കുറേ ബിയറും പണമൊക്കെ ഓഫർ ചെയ്യുമ്പോൾ പുള്ളി അതിന് ഓക്കെ പറയും. അപ്പോൾ ആ സമയത്ത് അവിടെ വെച്ച് സാമി പേർലീൻ എന്ന് പറയുന്ന ഒരു ലേഡിയെ കാണുന്നുണ്ട്. അവൻ അവരോടൊരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട്. പക്ഷെ അവർ ഓൾറെഡി മാരീഡ് ആണെന്ന് അവനോട് പറയും. അപ്പോൾ അവരത്യാവശ്യം പാട്ട് പാടുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് പറ്റിയ വൈകിട്ട് കാണാമെന്ന് സാമി പറയും. ഈ സമയത്ത് ഇവിടെ വെച്ച് മേരി എന്ന് പറയുന്ന സ്റ്റാക്കിൻ്റെ ഒരു പഴയ ഗേൾ ഫ്രണ്ടിനെ അവൻ കാണും. അപ്പോൾ അവളാണെങ്കിൽ വല്ലാത്ത സങ്കടത്തിലും ദേഷ്യത്തിലൊക്കെയാണ്. കാരണം ഇവൻ അവിടെ നിന്ന് പോകുന്നപ്പോൾ പിന്നെ അവളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെ ഇവള് വേറെ കല്യാണം കഴിച്ചു. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് കോൺബ്രെഡ് എന്ന് പറയുന്ന ഇവരുടെ ഒരു പരിചയക്കാരനെ കൂടി ക്ലബിൻ്റെ ബൗൺസർ ആവാനായി കൂടെ കൂട്ടും. ഈ സമയത്ത് സ്മോക്ക് അവൻ്റെ ഭാര്യയായിട്ടുള്ള ആനിയെ കാണാനായിട്ട് പോകും. അപ്പോൾ അവർ തമ്മിൽ കണ്ടിട്ട് തന്നെ ഒരുപാട് കാലങ്ങളായി. അപ്പോൾ ആനിക്കാണെങ്കിൽ അത്യാവശ്യം മന്ത്രവാദവും കാര്യങ്ങളൊക്കെ അറിയാം.
എന്നാൽ സ്മോക്കിന് ഇതൊന്നും വിശ്വാസമില്ല. അവൻ അവളോട് പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ലോകം കണ്ടതാണ്, പണവും പവറുള്ള ആൾക്കാർ മാത്രമേ ലോകത്ത് മോശമായിട്ടുള്ളൂ, അല്ലാതെ ഭൂതവും പ്രേതമൊന്നുമില്ലെന്ന്. അപ്പോൾ അവൾ പറയും, ഞാൻ കാരണമാണ് നീയും നിന്റെ കൂടെപ്പിറപ്പും ഇപ്പോഴും ജീവനോടിരിക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോളെ എന്തുകൊണ്ട് നിനക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല എന്ന് അവൻ അവളോട് ചോദിക്കും. അപ്പം നമുക്ക് മനസ്സിലാകും ഇവർക്കൊരു പെൺകുഞ്ഞുണ്ടായിരുന്നു, മരിച്ചു പോയി എന്നുള്ളത്. അപ്പോൾ ആനിക്ക് അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം. അപ്പോൾ അവളെ അവരുടെ ക്ലബ്ബിലേക്ക് കുക്ക് ചെയ്യാനായിട്ട് വിളിക്കാനായിട്ടാണ് ഇപ്പോൾ സ്മോക്കോടെ വന്നിരിക്കുന്നത്. അങ്ങനെ മ്യൂസീഷ്യൻസും ഫുഡ് സപ്ലൈ ചെയ്യുന്നവരും കുക്ക് ചെയ്യുന്നവരൊക്കെ ആയിട്ട് ഇവരുടെ ടീം ഇപ്പോൾ സെറ്റായി കഴിഞ്ഞു. പകൽ അസ്തമിച്ച് സന്ധ്യയായി കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ദൂരെയായിട്ടൊരു സ്ഥലത്ത് ഒരാൾ ഓടിക്കതച്ച് ഒരു വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അയാളുടെ ദേഹത്താണെങ്കിൽ പരിക്ക് പറ്റി ആകെ പൊള്ളിയത് പോലുള്ള പാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അയാൾ ബാർട്ട് എന്നും ജോൻ എന്നും പേരുള്ള ഒരു കപ്പിൾസിന്റെ വീട്ടിലേക്കാണ് ഓടിക്കേറി വരുന്നത്. അയാൾ അവരോട് പറയും, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എൻ്റെ പിറകെ കുറച്ച് പേർ എന്നെ കൊല്ലാനായിട്ട് വരുന്നുണ്ട്, പകരമായിട്ട് ഞാൻ നിങ്ങൾക്ക് സ്വർണ്ണ നാണയം തരാമെന്ന് പറയും. അങ്ങനെ ബാർട്ടും ജോനും കൂടി അയാളെ വീട്ടിലേക്ക് കയറ്റും. അപ്പോൾ അയാളുടെ പേര് റെമ്മിക് എന്നാണ്. അപ്പോൾ തൊട്ട് പിറകെയായിട്ട് കുറച്ച് പേര് ഇയാളെ അന്വേഷിച്ചു ആ വീട്ടിലേക്ക് വരും. അപ്പോൾ ജോനോട് ഇവർ ചോദിക്കുന്ന സമയത്ത് ജോൻ പറയും, അങ്ങനെ ഒരാളും ഇവിടേക്ക് വന്നിട്ടില്ല. അപ്പോൾ അയാൾ ജോനോട് പറയും, അവൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അവൻ ഭയങ്കര അപകടകാരിയാണ്, ഏതായാലും ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടുന്ന് പോകും. ഈ സമയം ജോവാൻ തൻ്റെ ഭർത്താവായ ബാർട്ടിനെ അന്വേഷിച്ച് മുകളിലേക്ക് ചെല്ലും. പക്ഷേ അപ്പോഴേക്കും സമയം ഒരുപാട് വൈകിപ്പോയിരുന്നു. റെമിക് ബാർഡിനെ കൊന്ന് ഒരു വാമ്പയറാക്കി മാറ്റിയിട്ടുണ്ടാവും. അടുത്ത ഊഴമാരുടേന്നറിയാലോ, ജോവാൻ്റെ. ഇവിടെ വെച്ച് സീൻ കട്ടാവും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജൂക്ക് ജോയിൻ്റ് ആണ്. അവിടെ ഇപ്പോൾ എല്ലാം സെറ്റായി കഴിഞ്ഞു, ആൾക്കാർ വന്നു തുടങ്ങി. അപ്പോൾ അവിടെ മദ്യപാനവും ഭക്ഷണവും മ്യൂസിക്കും ഡാൻസും ഒക്കെ ആയിട്ട് ആളുകൾ നല്ലൊരു ആഘോഷ തിമിർപ്പിലാണ്. സ്മോക്കും സ്റ്റാക്കും ഹാപ്പിയാണ്, കാരണം ഇതവരുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു. അപ്പോൾ അവിടേക്ക് അത്ര പൈസ ഇല്ലാത്ത ആളുകളും കടന്നു വരുന്നുണ്ട്. അവരെ എൻ്റർടൈൻ ചെയ്യിക്കാനായിട്ട് സ്മോക്കിന് അത്ര താല്പര്യമില്ല, കാരണം അവൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ്. പക്ഷേ സ്റ്റാക്കും ആനിയും കുറച്ച് മനസ്സലിവുള്ള ആൾക്കാരായതുകൊണ്ട് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി സ്മോക്കിനെ സമ്മതിക്കേണ്ടി വരും. ഈ സമയം പേളീനും മേരിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ക്ലബിനകത്തുള്ള ഒരേ ഒരു വൈറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് മേരിയാണ്. മേരിയുടെ അമ്മയുടെ അച്ഛൻ പകുതി കറുത്ത വർഗ്ഗക്കാരനായിരുന്നു. മേരിയുടെ അമ്മയാണ് ഈ ഇരട്ട സഹോദരന്മാരുടെ പ്രസവം എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്മോക്കിൻ്റെയും സ്റ്റാക്കിൻ്റെയും അമ്മയുടെ മരണശേഷം അവരെ സ്വന്തം മക്കളെ പോലെയാണ് തൻ്റെ അമ്മ വളർത്തിയത് എന്നൊക്കെ മേരി സാമിയോട് പറയുന്നുണ്ട്. ക്ലബിനകത്ത് മേരിയെ കാണുമ്പോൾ അവളെ പിടിച്ച് പുറത്താക്കാൻ സ്മോക്ക് സ്റ്റാക്കിനോട് ആവശ്യപ്പെടും. കാരണം ഇത് ബ്ലാക്കിന് വേണ്ടി മാത്രമുള്ള പാർട്ടിയാണ്. സ്റ്റാക്ക് അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കില്ല. അപ്പോൾ അവിടെ വെച്ച് സാമി ബ്ലൂസ് ജോണറിൽപ്പെട്ട പാട്ട് പാടി ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദനയും സഹനവും അതിജീവനവും ഒക്കെയാണ് ബ്ലൂസ് മ്യൂസിക്കിൽ പ്രതിഫലിക്കുന്നത്. മാത്രമല്ല മോഡേൺ മ്യൂസിക് ആയിട്ടുള്ള റോക്ക്, ജാസ്, ഹിപ്പ് ഹോപ്പ് ഇതിൻ്റെയൊക്കെ ഒരു ഫൗണ്ടേഷനും ബ്ലൂസ് മ്യൂസിക്കാണ്. അതുകൊണ്ട് സാമി പെർഫോം ചെയ്യുന്ന സമയത്ത് പാസ്റ്റിൽ നിന്നെന്ന പോലെ ഫ്യൂച്ചറിൽ നിന്നുള്ള സ്പിരിറ്റ്സിനെയും അവിടെ കാണാൻ സാധിക്കും. പക്ഷെ അറിയാലോ, സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഈവിൾ സ്പിരിറ്റും പെടും. അങ്ങനെ അവിടേക്ക് റെമിക്ക് ഇപ്പോൾ വാമ്പേഴ്സാക്കി മാറ്റിയ ബേർട്ടും ജോനും കൂടി വന്നിരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, വാമ്പേഴ്സിന് ഒരിക്കലും ഇൻവിറ്റേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ അനുവാദം ഇല്ലാതെ അകത്ത് കടക്കാൻ പറ്റില്ല. അപ്പോൾ അവരകത്തേക്ക് കടക്കാനായിട്ട് വരുന്ന സമയത്ത് കോൺബ്രഡ് അവരെ തടയും. തൊട്ട് പിന്നാലെ തന്നെ സ്മോക്കും സ്റ്റാക്കും അവിടേക്ക് വരും. അപ്പോൾ റെമിക്ക് അവരോട് പറയും, ഞങ്ങളിവിടുത്തെ പാട്ട് കേട്ടിട്ട് വന്നതാണ്, അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പണമുണ്ട്, ഞങ്ങളത് ചെലവഴിക്കാനും ആഘോഷിക്കാനും തയ്യാറാണ്, ഞങ്ങളെ കൂടി അകത്തേക്ക് കടക്കാൻ അനുവദിക്കണം എന്ന് പറയും. അപ്പോൾ അവർ വെളുത്ത വർഗ്ഗക്കാരായതുകൊണ്ടും അത്ര ശരിയല്ലാന്ന് തോന്നിയതുകൊണ്ടും സ്മോക്ക് അവർക്ക് അനുവാദം കൊടുക്കില്ല, തിരിച്ചു പോകാൻ ആവശ്യപ്പെടും. അപ്പോൾ റെമിക്ക് മേരിയെ കാണും. അവൻ ചോദിക്കും, മേരി എങ്ങനെയാണ് അപ്പോൾ അകത്ത് കയറിയതെന്ന്. ഉടനെ ആനി പറയും, അവൾ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളാണെന്ന്. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ റെമിക്ക് അവിടെ നിന്ന് തിരിച്ചു നടക്കും. അപ്പോൾ അവൻ പറയും, ഞാൻ വളരെ പതുക്കെ പോകുന്നുള്ളൂ, ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് മാറിയാലോ എന്ന്. പറഞ്ഞ പോലെ തന്നെ മേരിക്ക് അവരെ എങ്ങനെയെങ്കിലും ഉള്ളിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടായിരിക്കും, കാരണം അവരുടെ കയ്യിൽ പണം ഉള്ളതുകൊണ്ട്. അങ്ങനെ സ്റ്റാക്കിനെ ഒരുവിധം പറഞ്ഞ് കൺവിൻസ് ചെയ്ത് മേരി പുറത്തിറങ്ങി അവർക്കടുത്തേക്ക് പോകും. എന്നിട്ട് മേരി അവരോട് അവരുടെ കയ്യിലുള്ള പണം തനിക്ക് കാണണമെന്നാവശ്യപ്പെടും. അപ്പോൾ അവരാ സ്വർണ്ണ നാണയം മേരിക്ക് കൊടുക്കും. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് റെമിക്കിൻ്റെ വായിൽ നിന്നും വെള്ളം വരുന്നത് മേരി ശ്രദ്ധിക്കും. അവൾക്ക് എന്തോ പന്തികേട് തോന്നി. അവൾ അപ്പം തന്നെ അവിടെ നിന്ന് ചാടി എണീക്കും. നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, നിങ്ങളുടെ ആവശ്യം ഇവിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടക്കും. പക്ഷെ അപ്പം തന്നെ റെമിക്ക് അവളെ കൊന്ന് ഒരു വാമ്പയറാക്കി മാറ്റും. അപ്പോൾ ഉള്ളിലാണെങ്കിൽ ആളുകൾ പാട്ടുപാടിയും മദ്യപിച്ചും ഡാൻസ് ചെയ്തും ആഘോഷം പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെ കാത്തിരിക്കുന്നത് എന്താണെന്നറിയാതെ. അപ്പോൾ വാമ്പയറായി മാറിയ മേരി പുറത്തുനിന്നും കോൺബെഡിനടുത്തേക്ക് വരും. നീ എന്താ പുറത്തുനിന്ന് കോൺബെഡ് ചോദിക്കുമ്പോൾ മേരി അവനോട് ചോദിക്കും, നീ എന്തെൻ്റെ വഴി തടഞ്ഞുകൊണ്ടിരിക്കാൻ പോകണോ, നീ എന്നെ അകത്തേക്ക് കടത്തില്ലേന്ന് ചോദിക്കും. പിന്നെന്താ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളകത്തേക്ക് കയറ്റിവിടും. അങ്ങനെ അവൾ അകത്തേക്ക് ചെന്ന് സ്റ്റാക്കിനെ സെഡ്യൂസ് ചെയ്ത് ഒരു മുറിക്കകത്തേക്ക് കയറും. അവിടെ വെച്ച് അവൾ അവനെ ആക്രമിക്കും. പക്ഷേ ഇത് കണ്ടുകൊണ്ട് സ്മോക്ക് അങ്ങോട്ട് കയറി വരും. അവൻ അപ്പം തന്നെ തന്നെ ഗണ്ണെടുത്ത് അവളെ ഷൂട്ട് ചെയ്യും. പക്ഷേ അവൾക്കൊന്നും തന്നെ സംഭവിക്കില്ല. നിങ്ങളെല്ലാവരെയും ഞങ്ങളിന്ന് കൊല്ലാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഓടിപ്പോവും. ബുള്ളറ്റ് കൊണ്ട് മേരിക്കൊന്നും സംഭവിക്കില്ല എന്ന് കാണുമ്പോൾ സ്മോക്കിനും പേടി തോന്നും. മാത്രമല്ല അവിടെ അവൻ്റെ മുമ്പിൽ വെച്ച് സ്റ്റാക്ക് മരണപ്പെടും. അത് കാണുമ്പോൾ അവന് വല്ലാത്ത ബുദ്ധിമുട്ടും വിഷമവും തോന്നും. ആനി ഉടനെ തന്നെ എല്ലാവരെയും പുറത്താക്കാനായിട്ട് സ്ലിമ്മിനോട് ആവശ്യപ്പെടും. അങ്ങനെ എല്ലാവരും അപ്പം തന്നെ പുറത്തേക്ക് പോകും. ഈ സമയം മൂത്രം ഒഴിക്കാനെന്ന് പറഞ്ഞ് കോൺബെഡ് പുറത്തു വരുന്നതായിരിക്കും. അവൻ തിരിച്ചു വരും. തിരിച്ചു വരുന്നവൻ വാതിൽക്കൽ നിന്നുകൊണ്ട് അകത്തേക്ക് കടക്കട്ടെ എന്ന് അനുവാദം ചോദിക്കും.
അപ്പോൾ തന്നെ ആനിക്ക് മനസ്സിലാവും ഇവനും വാമ്പയറായി മാറിയെന്നുള്ളത്. അങ്ങനെ അവൻ അകത്തേക്ക് കടത്താൻ ആരും സമ്മതിക്കില്ല. അപ്പോൾ കോൺബ്രെഡ് പറയും, അങ്ങനെയാണെങ്കിൽ എൻ്റെ പൈസ തന്നേക്ക്, ഞാനിങ്ങ് പോയേക്കാം. അപ്പോൾ വാമ്പയർ ഒരു ഡിമാൻഡ് വെച്ചിട്ട് അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതും ഇൻവിറ്റേഷൻ ഈക്വലാണ്. അപ്പോൾ സ്മോക്ക് അവന് പണമെടുത്ത് നീട്ടുന്ന സമയത്ത് അവൻ പെട്ടെന്ന് സ്മോക്കിനെ ആക്രമിക്കാൻ ശ്രമിക്കും. സ്മോക്ക് അപ്പോൾ തന്നെ അവനെ ഷൂട്ട് ചെയ്യും. പക്ഷെ അറിയാലോ, അവനൊന്നും സംഭവിക്കില്ല. ഈ സമയത്ത് അകത്ത് മരിച്ചു കിടക്കുന്ന സ്റ്റാഗ് വാമ്പയറായി ജീവൻ വെച്ച് അവിടുന്ന് വീണ്ടും എണീക്കും. അപ്പോൾ അവൻ മറ്റുള്ളവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആനി ഗാർലിക് പിക്കിളെടുത്ത് അവനെ നേരെ എറിയും. അവൻ അപ്പോൾ തന്നെ അവിടുന്ന് ഓടി പുറത്തേക്ക് പോകും. അതായത് വാമ്പയേഴ്സിനെ കുറച്ച് നേരത്തേക്കെങ്കിലും ഒന്ന് നിഷ്പ്രഭമാക്കാൻ വെളുത്തുള്ളിക്ക് സാധിക്കും. മാത്രമല്ല ആനി പറയും, വാമ്പയേഴ്സ് എന്ന് പറഞ്ഞാൽ മോക്ഷം കിട്ടാത്ത ആത്മാക്കളാണ്. അവർ മരണമില്ലാതെ ഭൂമിയിൽ തന്നെ ഉണ്ടാവും, സൂര്യപ്രകാശം പോലും ഏൽക്കാൻ സാധിക്കാതെ. മരക്കഷ്ണം ഉപയോഗിച്ച് ശരീരത്തിൽ ആക്രമിച്ച് ഇവരെ കൊല്ലാൻ സാധിക്കും. അതുകൊണ്ട് ആനിയെ ഏതെങ്കിലും വാമ്പയർ ആക്രമിക്കുകയാണെങ്കിൽ അവളെ ആ മരക്കഷ്ണം ഉപയോഗിച്ച് നെഞ്ചിൽ കുത്തി കൊല്ലണമെന്ന് ആനി സ്മോക്കിനോട് ആവശ്യപ്പെടും. അതിന് കാരണമായിട്ട് അവൾ പറയുന്നത് പരലോകത്ത് അവളുടെ കുഞ്ഞവളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലബിനകത്തേക്ക് ഒരുപാട് പേര് പോവുകയും വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ളിലുള്ള ആരെങ്കിലും വാമ്പയർ ആണോ എന്ന് അറിയാനായിട്ട് എല്ലാവരോടും വെളുത്തുള്ളി കഴിക്കാനായിട്ട് ആനി ആവശ്യപ്പെടും. അപ്പോൾ വളരെ കുറച്ച് പേര് മാത്രമേ ഇപ്പോൾ ആ ക്ലബിനകത്തുള്ളൂ. അവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും നേരം പുലരുന്നവരെ അതിനുള്ളിൽ കഴിച്ചു കൂട്ടാന്നുള്ളതാണ്. കാരണം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ വാമ്പയേഴ്സിന് പിന്നെ സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. ഇവർക്കപ്പോൾ പുറത്തിറങ്ങാൻ സാധിക്കും. ഈ സമയം പുറത്തു പോയിട്ടുള്ള എല്ലാ ആളുകളും വാമ്പയറായി മാറിക്കഴിഞ്ഞു. അവരവിടെ പാട്ടുപാടി റെമിക്കിനൊപ്പം നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് സപ്ലൈ ചെയ്ത ചൈനീസ് കപ്പിൾസിലെ ബോ എന്ന് പറയുന്ന ക്യാരക്ടറും ഇതിനോടകം വാമ്പയറായി മാറിക്കഴിഞ്ഞു. അങ്ങനെ ഈ അവശേഷിക്കുന്ന കുറച്ച് പേരുടെ അടുത്ത് സംസാരിക്കാനായിട്ട് റെമിക്ക് അവരുടെ അടുത്തേക്ക് വരും. എന്നിട്ട് അവൻ പറയും, വാമ്പയറിസമാണ് യഥാർത്ഥത്തിലുള്ള സമത്വം. കാരണം അവിടെ കറുത്ത വർഗ്ഗക്കാരനെന്നോ വെളുത്ത വർഗ്ഗക്കാരനെന്നോ യാതൊരു വ്യത്യാസവുമില്ല, എല്ലാവരും തുല്യരാണ്. അങ്ങനെ പലതരം പ്രലോഭനങ്ങളിൽ കൂടെ അവൻ ഈ ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഒരു വാമ്പയർ ഒരു മനുഷ്യനെ ആക്രമിച്ച് വാമ്പയറാക്കി മാറ്റിക്കഴിഞ്ഞാൽ അയാളുടെ ഓർമ്മകൾ കൂടി ഈ വാമ്പയറിന് ലഭിക്കും. അപ്പോൾ റെമിക്ക് സ്മോക്കിനോട് പറയും, അതായത് റെമിക്ക് ആദ്യം വാമ്പയറാക്കി മാറ്റിയ ബേർട്ട് ഉണ്ടല്ലോ, അവൻ ഹോഗ്വുഡിൻ്റെ അനന്തരവനാണ്. അപ്പോൾ ഹോഗ്വുഡിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ ആളുകളെയും കൂട്ടി വന്ന് ഇവരെല്ലാവരെയും കൊന്നുകളയാനാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും സ്മോക്ക് അവർക്കൊപ്പം പോകാനോ അവരെ ഉള്ളിലേക്ക് ക്ഷണിക്കാനോ തയ്യാറാവില്ല. അപ്പോൾ റെമിക്ക് സാമിയെ ചൂണ്ടിക്കൊണ്ട് പറയും, ഞാൻ ഇവൻ്റെ മ്യൂസിക്കിൽ ആകൃഷ്ടനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്, എനിക്ക് ഇവനെ മാത്രം മതി, ഇവനുണ്ടെങ്കിൽ ഇവൻ്റെ സംഗീതത്തിലൂടെ എനിക്ക് എൻ്റെ പൂർവികരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയും വെറുതെ വിടാമെന്നും റെമിക്ക് പറയും. പക്ഷേ ഇതൊന്നും വില പോകില്ല. അവസാനം റെമിക്ക് ഗ്രേസിനോട് പറയും, നീ ഞങ്ങളെ അകത്തേക്ക് ക്ഷണിച്ചില്ലെങ്കിൽ നിന്റെ മകൾ ലീസയെ ഞങ്ങൾ അവിടെ പോയി തീർക്കുമെന്ന് പറയും. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ എല്ലാവരും കൂടി ചേർന്ന് അപ്പം തന്നെ വാതിലടയ്ക്കും. പക്ഷെ തൻ്റെ മകൾ അപകടത്തിലാണെന്ന് അറിഞ്ഞ ഗ്രേസ് വാമ്പയേഴ്സിനെ ചലഞ്ച് ചെയ്യും. ചലഞ്ച് ചെയ്യുന്നതും ഒരുതരം ഇൻവിറ്റേഷൻ പോലെയാണ്. പിന്നെ എന്ത് സംഭവിക്കും എന്ന് പറയണ്ടല്ലോ, എല്ലാവരും കൂടി ഉള്ളിലേക്ക് കയറി വരും. പിന്നെ അവിടെ നടക്കുന്നത് ഒരു പൊരിഞ്ഞ യുദ്ധമാണ്. കയ്യിലുള്ള തടിക്കഷ്ണം വെച്ചുകൊണ്ട് മനുഷ്യരെല്ലാവരും ചേർന്ന് വാമ്പയേഴ്സിനെ ആക്രമിക്കും. ഗണ്ണ് ഉപയോഗിച്ചും വെളുത്തുള്ളി ഉപയോഗിച്ചും മരക്കഷ്ണം ഉപയോഗിച്ചൊക്കെ കഴിയാവുന്ന പോലെ എല്ലാം ഇവർ ഫൈറ്റ് ചെയ്യും. ബോയുടെ നെഞ്ചിലേക്ക് ഗ്രേസ് മരക്കഷ്ണം കുത്തിയിറക്കും, ഒപ്പം അവളും മരിക്കും. ഈ സമയം സ്റ്റാക്ക് ആനിയെ ആക്രമിച്ച് കടിച്ച് മുറിവേൽപ്പിക്കും. ആനിക്ക് വാക്കു കൊടുത്ത പോലെ സ്മോക്ക് അവളുടെ നെഞ്ചിൽ മരത്തടി കുത്തിയിറക്കി മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അവളെ കൊന്നുകളയും. അതിനുശേഷം നടക്കുന്ന ഫൈറ്റിൽ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി സ്ലിം സ്വയം ബലിയാടാവും. റെമിക് പേർലീനെ ആക്രമിച്ച് കടിച്ച് മുറിവേൽപ്പിക്കും. അവൾ എത്രയും പെട്ടെന്ന് സാമിയോട് അവിടുന്ന് രക്ഷപ്പെടാൻ ആവശ്യപ്പെടും. സൂര്യൻ ഉദിക്കുന്നതുവരെ നിർത്താതെ ഓടി രക്ഷപ്പെടാൻ സ്മോക്ക് സാമിയോട് വിളിച്ചു പറയും. അങ്ങനെ സാമി ഒരുവിധം അവിടുന്ന് പുറത്തിറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. ഈ സമയത്ത് അകത്ത് സ്മോക്കും സ്റ്റാക്കും തമ്മിൽ ഗംഭീര ഫൈറ്റ് നടക്കാണ്. അങ്ങനെ ആ ഫൈറ്റിനൊടുവിൽ സ്മോക്ക് ഒരു തടിക്കഷ്ണം എടുത്ത് സ്റ്റാക്കിൻ്റെ നെഞ്ചിലേക്ക് കുത്താനായിട്ടായും. ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരുന്നില്ല. അപ്പോഴേക്കും റെമിക് സാമിയെ പിടികൂടിയിട്ടുണ്ടായിരിക്കും. ഈ സമയം സാമി തൻ്റെ കയ്യിലുള്ള ഗിറ്റാർ എടുത്ത് റെമിക്കിൻ്റെ തലയ്ക്കടിക്കും. അപ്പോൾ ആ ഗിറ്റാറിലുള്ള സ്റ്റീൽ പ്ലേറ്റ് റെമിക്കിൻ്റെ തലയിലേക്ക് തുളഞ്ഞു കയറും. റെമിക്കിനോടൊപ്പം തന്നെ മറ്റ് വാമ്പയേഴ്സിനും തലയ്ക്ക് പരിക്കേൽക്കും. റെമിക്ക് സാമിയെ കൊല്ലാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ സ്മോക്ക് പുറകിലൂടെ ഒരു മരക്കഷ്ണം അവൻ്റെ നെഞ്ചിലേക്ക് തുളച്ചിറക്കും. അതോടൊപ്പം തന്നെ സൂര്യൻ ഉദിക്കും. റെമിക്ക് ഉൾപ്പെടെയുള്ള എല്ലാ വാമ്പയേഴ്സും കത്തി വെണ്ണീറാവും. അങ്ങനെ നേരം പുലരുന്നതോടുകൂടി സാമിയെ സ്മോക്ക് അവിടുന്ന് പറഞ്ഞയക്കും. അപ്പോൾ ഹോഗ്വുഡും ഒരു സംഘം ആളുകളും തോക്കും മറ്റായുധങ്ങളുമായി ഇവരെ കൊല്ലാനായി അവിടെ എത്തും. പക്ഷേ സ്മോക്ക് തയ്യാറായി തന്നെ ഇരിക്കുകയായിരുന്നു. അവൻ ആ കൂട്ടത്തിൽ ഒരാളെ പോലും വിടാതെ എല്ലാവരെയും കൊന്നുകളയും. അങ്ങനെ എല്ലാവരെയും കൊന്ന ശേഷം സ്മോക്ക് പരിക്കേറ്റ് താഴെ ഇരിക്കുകയാണ്. ആ സമയത്ത് അവനവൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കാണുന്നതായിട്ട് അനുഭവപ്പെടും. അതായത് സ്മോക്കും അവിടെ വെച്ച് മരിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതിനുശേഷം കാണിക്കുന്നത് നമ്മൾ ആദ്യം കണ്ട സീനാണ്. സാമി കാറോടിച്ച് ആ പള്ളിയിലേക്ക് വരുന്നു. അവൻ്റെ അച്ഛനെ കാണുന്നു. അപ്പോൾ അദ്ദേഹം അവനോട് ആ ഗിറ്റാർ താഴെ ഇടാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവൻ ആ ഗിറ്റാർ ഉപേക്ഷിക്കുന്നില്ല. പകരം അവൻ അതുമായി ഒരു കാറിൽ പോകുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. വർഷം 1992. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു പോയി. സാമിക്ക് വയസ്സായി. അപ്പോൾ സാമി ഇന്ന് പ്രശസ്തനായ അറിയപ്പെടുന്നൊരു ഗായകനാണ്. അപ്പോൾ സാമിയെ കാണാനായി അങ്ങോട്ട് സ്റ്റാക്കും മേരിയും വരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നോ അതേ രൂപത്തിൽ തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ സാമിയോട് സ്റ്റാക്ക് പറയും, അതായത് നിന്നെ ജീവിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ എന്നെ വെറുതെ വിടാമെന്ന്
അന്ന് സ്മോക്കനോട് പറഞ്ഞു. അതുകൊണ്ടാണ് സ്റ്റാക്ക് ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നതും സാമിയെ കൊല്ലാൻ ശ്രമിക്കാത്തതും. അപ്പം സ്റ്റാക്ക് സാമിയോട് ചോദിക്കും, എന്നാലും നിനക്കിപ്പോൾ ഒരുപാട് പ്രായമായില്ലേ, ഇപ്പോഴെങ്കിലും നിനക്ക് ഞങ്ങൾക്കൊപ്പം ചേരാൻ ആഗ്രഹമുണ്ടോയെന്ന്. കാരണം അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇനിയും ഇവിടെ തന്നെ തുടരാം. അപ്പം സാമി പറയും, ഞാനിവിടെ ആവശ്യത്തിന് ജീവിച്ചു കഴിഞ്ഞു. പോകുന്നതിന് മുൻപായിട്ട് സാമി അവരോട് പറയും, ഇപ്പോഴും ആ ദിവസത്തെക്കുറിച്ച് ആലോചിച്ച് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കാറുണ്ടെന്ന്. മാത്രമല്ല, അന്ന് സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള ആ ദിവസമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം. അപ്പം സ്റ്റാക്ക് പറയും, എനിക്കും അതങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ ചേട്ടനെ ഞാൻ അവസാനമായി കണ്ടത് ആ ദിവസമായിരുന്നു. ഞാൻ അവസാനമായിട്ട് സൂര്യനെ കണ്ടതും സ്വാതന്ത്ര്യം അനുഭവിച്ചതും ആ ദിവസമായിരുന്നു. അതും പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അങ്ങനെ ഈ സിനിമയോട് അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.